വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ഡെലിക്കേറ്റും സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ്ങാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ അവസാനം നമ്മളിതിനൊരു കാരമൽ ക്രൗണും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കാണാനും കഴിക്കാനൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മിൽക്ക് പുഡിങ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹോം ഓഫ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഏകദേശം 1/2 ലിറ്റർ പാല്, അതായത് 250 ml കപ്പിൽ 2 കപ്പ് പാൽ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തവി വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടിന്യൂസ്ലി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് അവിടെ നിന്ന് ചൂടാവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു 1/2 കപ്പ് പാലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനി കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നല്ലതായിട്ട് മിക്സായി കിട്ടും. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഡയറക്റ്റ് പാലിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് അപ്പോൾ കട്ട മാതിരി ഇരിക്കും. അതിന് പകരം നല്ല സ്മൂത്തായിട്ട് കിട്ടാനായിട്ടാണ് നമ്മളിത് നേരത്തെ മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പാൽ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനെ പാടിയൊന്നും കെട്ടാതെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനൊന്ന് ശ്രദ്ധിക്കണം. അല്പം ഒന്ന് ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചല്ലോ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ടുള്ള 1/2 കപ്പ് പാല്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറി ചെറുതായി ഒരു ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ടാകണം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് അല്പം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 1/4 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമുക്ക് എത്രമാത്രം മധുരം വേണമെന്നനുസരിച്ചിട്ട് മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഇത് നന്നായിട്ട് തിക്കായി വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം അല്പം മീഡിയം ടു ഹൈ ആയിരുന്നാലും കുഴപ്പമില്ല, കാരണം നമ്മൾ അടുത്ത് തന്നെ ഉണ്ട്, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മീഡിയം ടു ഹൈ ആയാൽ കുഴപ്പമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം അല്പം ഒന്ന് ലോ ആക്കിയതിന് ശേഷം ഈ ചേർത്ത് കൊടുത്ത കോൺഫ്ലവർ ഒന്ന് നന്നായി കുക്കായി വരുന്നത് വരെ നമുക്കൊന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരല്പം ഒന്ന് കുറുകി വരണം. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ആ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് ഇപ്പോൾ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റായി കഴിഞ്ഞു. ഇത് ആദ്യം ഒന്ന് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരുന്നത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്. അതിനുശേഷം ഇതൊരു ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് നമ്മൾ ഈ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്റ്റെർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി ഒന്ന് കട്ടിയായി വരുന്ന സമയം കൊണ്ട് ആ കോൺഫ്ലവറും ഒന്ന് നന്നായിട്ട് കുക്കാവും. അതുപോലെ നമ്മുടെ പുഡിംഗ് മിക്സ് നല്ലൊരു തിക്കായി വരും. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ നമുക്കിതായി കിട്ടണം. ഇത്രയും തന്നെ മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ ചൂടോടുകൂടി തന്നെ നമുക്കൊരു ബട്ടർ തടയിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളിലേക്കോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളിലേക്കോ ഇത് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടാറി ഒരു റൂം ടെമ്പറേച്ചർ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഏകദേശം ഒരു 3 മണിക്കൂർ തൊട്ടിട്ട് ഓവർനൈറ്റ് വരെ വെച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഒരു റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ടാകുമ്പം ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഇതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇത്രയും തന്നെ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അത് മിൽക്ക് പുഡിംഗ് ആയി കിട്ടും. പിന്നെ ആ മിൽക്ക് പുഡിങ്ങിനെ അല്പം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ഇവിടെ കാരമലാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് നട്ട്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഇത് ഇഗ്നോർ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ കാരമൽ വെച്ചിട്ടാണ് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്, ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം വെള്ളമോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. ഇത് ആദ്യം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലും
ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് അതൊരു ലൈറ്റ് ഗോൾഡൻ കളറായി വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ എത്രമാത്രം കളറ് വേണം നമ്മളുടെ കാരമൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അത്രയും ആണ് നമ്മളിത്, അത്രയും നേരം കൂടുതൽ നമ്മളിതിനെ എന്താ പറയുക കാരമലൈസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത്രയും കൂടുതൽ അത് ബ്രൗണിഷ് ആയിട്ട് വരും. കണ്ടോ, ഇത് നന്നായിട്ട് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം, എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇത് നോക്ക്, ഇത് പെട്ടെന്ന് തന്നെ ലൈറ്റ് ഓറഞ്ചിഷ് കളറായി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടോ, അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റെർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഇനി ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിനെ വെച്ച് കാരമൽ വെച്ചിട്ട് ഡിസൈൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് അതിനെ കട്ടി കൂടി പോകാനും പാടില്ല, തീരെ കട്ടി കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ മാത്രമല്ല ഇത് ചൂടോടുകൂടിയും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു നല്ലൊരു ബ്രൗണിഷ് കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ ഇതേ ചൂടിൽ ഇതേ സ്റ്റൗവിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് അല്പനേരം കൂടി സ്റ്റെർ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ ആ ചൂടിലിരുന്നിട്ട് ഇത് അല്പം കൂടി ഒന്ന് ലൈറ്റ് ബ്രൗണിഷ് കളറാവും, മാത്രമല്ല കുറച്ച് തിക്കും കൂടിയാവും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്തൊന്നും നമ്മൾ ഇതിനെ കൈവച്ച് തൊട്ട് നോക്കാനൊന്നും പോകരുത്. ഇത് ഭയങ്കര ചൂടായിരിക്കും, കൈ എപ്പോൾ പൊള്ളിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു അലുമിനിയം ഫോയിലാണ്. അപ്പോൾ അതിൽ കണ്ടോ, ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ എന്താക്കിയാലും അതൊക്കെ പ്രോപ്പർ ഷേപ്പിലായിട്ട് വരും. നല്ലൊരു ഗോൾഡൻ ഒരു മെഷ് മാതിരി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഓൾറെഡി ഈ പാനിലുള്ളത് പെട്ടെന്ന് അങ്ങ് കട്ടായി പോകും. അപ്പോൾ അതിനെ ഒന്ന് പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിങ്ങനെ നല്ല ഗോൾഡൻ ത്രെഡ് മാതിരി നമുക്കത് ഉണങ്ങുമ്പം അത് കിട്ടും. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്യാം നമ്മളിഷ്ടത്തിന്. പക്ഷേ ഇത് ഒരുപാട് നേരം നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ പറ്റില്ല, കാരണം ഇത് പെട്ടെന്ന് അങ്ങ് സ്റ്റിക്കി ആവും. അപ്പോൾ നമ്മളിപ്പോൾ കേക്കിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റിലായിരിക്കണം ഇതാക്കിയിട്ട് വെക്കുന്നത്. ഇത് നമ്മളിപ്പോൾ പുഡിങ്ങിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാനാണല്ലോ വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ സമയത്ത് തന്നെ ഈ അലുമിനിയം ഫോയിലിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യാൻ പോവാണ്, അതായത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ ഷേപ്പും കൂടി ആക്കിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് സെറ്റാവും. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പും ആക്കാം. എന്നിട്ട് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ, അതായത് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇതൊക്കെ റെഡിയാക്കുന്നതാണ്. അപ്പം നമ്മൾ തയ്യാറാക്കിയിരുന്ന പുഡിങ് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും 3 to 4 hours മതി അത് സെറ്റാവാൻ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അൺമോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കാരമൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചല്ലോ, അത് ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ജസ്റ്റ് ഒരു ഗോൾഡൻ ടച്ച് കൊടുക്കാൻ, ആ വൈറ്റും ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആവുന്ന സമയത്ത് ഒരു ഗോൾഡൻ ടച്ച് കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണിത്. ഇത് ടേസ്റ്റിയുമാണ്. ഇതിന് പകരം ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ വെച്ച് ഗാർണിഷ് ചെയ്താൽ മതി. ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല റൂം ടെമ്പറേച്ചറിൽ, കാരണം ഈ മിൽക്ക് പുഡിങ്ങും അതുപോലെ തന്നെ ആ കാരമലിൻ്റെ ആ ഒരു ഷേപ്പും പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സെർവ് ചെയ്യണം. അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഇതിനകത്ത് കാരമൽ വെക്കാവുള്ളൂ. അപ്പോൾ ഇത് കാണാൻ മാത്രമല്ല, ഇത് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ്. നല്ല വിഗ്ലി ആയിട്ടിരിക്കും. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.